നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളെയും ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഉൾപ്പെടെ പരിഹാര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ പരിശോധന. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ 7 കമ്പനി പ്രദേശത്തായിരുന്നു പരിശോധന. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പൊതുജന സുരക്ഷയ്ക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഉൾപ്പെടെ പരിഹാര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് നിവേദനം സമർപ്പിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് 2026 പ്ലാൻ ഫണ്ട് കൂടാതെ മറ്റ് വിവിധയിനം ഫണ്ടുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം, സാന്ത്വനം ബഡ്സ് സ്കൂൾ, പകൽ വീട് എന്നിവ ഉൾപ്പെടെ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളവും ഓണറേറിയവും ഇതുമൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ സൌജന്യ ചികിത്സയ്ക്കുള്ള മരുന്നും ചികിത്സാ ഉപകരണങ്ങളും വാങ്ങാൻ കഴിയാത്ത പ്രതിസന്ധിയും നിലനിൽക്കുകയാണ്. പ്രതിദിനം 500-നും 600-നും ഇടയിലുള്ള രോഗികളാണ് ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരുന്നത്. OPയിൽ വരുന്ന രോഗികളെ പരിശോധിക്കാൻ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയുമാണ് ഇവിടെയുള്ളത്. ഇത്തരം സാഹചര്യത്തിലാണ് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടാൻ ചേർപ്പ് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രം HMCയും ചേർന്ന് സർക്കാരിന് നിവേദനം നൽകാൻ തീരുമാനിച്ചത്. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിലെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരനെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിക്കുകയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, സിനി പ്രദീപ് എന്നിവരാണ് MLAയ്ക്കൊപ്പം മന്ത്രിക്ക് നിവേദനം കൈമാറിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ പരിശോധന. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ 7 കമ്പനി പ്രദേശത്തായിരുന്നു പരിശോധന. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 7 കമ്പനി പ്രദേശത്ത് പ്രത്യേക പരിശോധന നടത്തിയത്. കൊതുക് സാന്ദ്രത പഠനത്തോടൊപ്പം കൊതുക് വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉറവിട നശീകരണവുമാണ് നടത്തിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ജോൺസൺ, വാർഡ് മെമ്പർ സൂര്യ ശോഭി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് PS അരുൺകുമാർ, തൃശൂർ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്ജൻ, അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ജീവൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ജോജു ജോൺ, TM ലിനിത, ആശാ വർക്കർമാരായ TC സുമിത, നീതു ജെയ്സൺ, KR ഗിരിജ, KN അജിത, ക്ലീന സിനോഷ് എന്നിവർ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പൊതുജന സുരക്ഷയ്ക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കൂടാതെ ഈ മാസം മുഴുവനായും പെരിങ്ങൽകുത്ത് അണക്കെട്ടിലെ ഗേറ്റുകളുടെ നിലവിലുള്ള സ്ഥിതി തുടരാനും ജലനിരപ്പ് പരിശോധിച്ച സ്ലൂയിസ് ഗേറ്റുകൾ തുറന്നുവയ്ക്കാനും യോഗത്തിൽ തീരുമാനമായി. തീരദേശത്ത് കടൽക്ഷോഭം കണക്കിലെടുത്ത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ ബോട്ടുകൾ സജ്ജമാക്കിയെന്നും കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയതായും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഓഫീസറും അറിയിച്ചു.
ക്യാമ്പുകളിൽ വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കി. പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യം നേരിടാൻ NDRFന്റെ 26-അംഗ പ്ലാറ്റൂണും സജ്ജമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് അറിയിച്ചു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KS നസിയ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. വെങ്ങണശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷവും ഡിജിറ്റൽ കമ്പ്യൂട്ടർ ലാബ് സമർപ്പണവും നടന്നു. മെറിറ്റ് ഡേ ആഘോഷത്തിന് തുടക്കം കുറിച്ച ഗുരുകുലം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഗുരുമന്ദിരത്തിൽ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് അദ്ദേഹം ഗുരുകുലത്തിൽ നവീകരിച്ച ഡിജിറ്റൽ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചത്. ജീവനക്കാർക്കുള്ള പുതിയ കാർ പാർക്കിംഗ് ഏരിയയുടെ ഉദ്ഘാടനം സെക്രട്ടറി മാനേജറുമായ PV ഷാജി നിർവഹിച്ചു. തുടർന്ന് നടന്ന മെറിറ്റ് ഡേ ചടങ്ങിൽ ഗുരുകുലം ചെയർമാന്റെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിച്ചു. It comes from late nights, early mornings, and focused study. To all the award winners, your swift and focused speed of today. Remember, marks are numbers, but the habit of hard work is a lifelong treasure. Gratitude to teachers and parents behind every smiling achiever stands a strong support system. Thank you to all our teachers for your patient guidance and steady belief in the students. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ ISRO സയന്റിസ്റ്റായിട്ട് കിട്ടിയ സച്ചിൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആള് ഇതുപോലെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇതുപോലെ തിരിച്ചു വരും, അതായത് ഒരു ഗസ്റ്റായിട്ട് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ചെറുതായിട്ട് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ആവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. പണ്ട് എൻ്റെ വീട് ഇപ്പോൾ റീസെൻ്റ് റിനോവേറ്റ് ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പൊക്കാട് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടു. അതെനിക്ക് ഒന്ന് 7 8 അങ്ങനത്തെ ഒരു ക്ലാസ്സിലാണ്, എനിക്ക് കറക്റ്റ് ക്ലാസ് ഒന്നും അറിയില്ല. അപ്പൊ അതിന് ഞാൻ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവണം, IAS ആവണം. എന്താണ് IAS എന്നൊന്നും അറിഞ്ഞിട്ടല്ല, വെറുതെ ഒരു മുഖം. പക്ഷെ ഇന്ന് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. IAS ആയാലും സിമിലർ ബ്രാഞ്ചിലുള്ള ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്. സോ ആ ഒരു ലൈഫ് ബിക്കംസ് എ ഫുൾ സർക്കിൾ മൊമെന്റ് അച്ചീവ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. സിവിൽ സർവീസ് പരീക്ഷയിൽ 248 റാങ്ക് നേടിയ ഗുരുകുലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി അരവിന്ദ് ഈശ്വരൻകുട്ടി മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാനേജർ PV ഷാജി, വൈസ് പ്രിൻസിപ്പൽ KS നൈസിൽ, മുൻ വൈസ് പ്രിൻസിപ്പൽ KV ബിന്ദു എന്നിവർ സംസാരിച്ചു. ജോബിയ ജോൺ, B പ്രീത, UC സ്വപ്ന, മേഘ ശിവദാസ്, PV കല, CKG ഹൈമ, KS നിസ, KR രാഹുൽ, സന്ദീപ് സതീഷ്, അമൽ ബാബു, KR ഷെമി എന്നിവർ മെറിറ്റ് ഡേ ആഘോഷത്തിന് നേതൃത്വം നൽകി. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകം 16 ധന്വന്തരി ദിനത്തിന്റെ ഭാഗമായി ഔഷധ സേവ നടത്തി. യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിലാണ് ഔഷധ സേവാ ദിന ചടങ്ങുകൾ ഒരുക്കിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിലാണ് ഔഷധ സേവാ ദിനാചരണം നടന്നത്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് കലശപൂജയോടെ ഔഷധ സേവാ ചടങ്ങിന് തുടക്കമായി.
ക്ഷേത്രം തന്ത്രി KPC കൃഷ്ണൻ ഭട്ടതിരിപ്പാട് കലശപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാവിലെ 9:30 അഭിഷേക ചടങ്ങും നടന്നു. നിരവധി ഭക്തരാണ് ഔഷധ സേവാ ചടങ്ങിൽ പങ്കെടുത്തത്. ഭക്തർക്ക് പൂജിച്ച ഔഷധവും വിതരണം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് വുഡ് എന്റർപ്രണേഴ്സ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനമായിരുന്നു പ്രതിഭാ സംഗമം. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജോർജ് ആൻഡോ അധ്യക്ഷനായി. പൊതുസേവന രംഗത്ത് 50 വർഷം പിന്നിട്ട MK അബ്ദുൾ സലാം, KK കൊച്ചുമുഹമ്മദ്, CN ഗോവിന്ദൻകുട്ടി, ജോസഫ് പെരുമ്പിള്ളി, PK വേണു ആചാരി, ഷവലിയർ ബഹുമതി നേടിയ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ഡോക്ടർ ലിജോ ഫ്രാൻസിസ്, ഡോക്ടർ ED ജെയിംസ്, ഡോക്ടർ NS സുജിത്, നാഷണൽ കായിക താരം കുമാരി ഗിഫ്റ്റി ജെറി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സംഘം മെമ്പർമാർ, ഷൈജു സൈറാം എന്നിവരും അനുമോദനം ഏറ്റുവാങ്ങി. സംഘം ഡയറക്ടർ ലളിതാദാസൻ, കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് TK പൊറിഞ്ചു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ്, വാർഡ് മെമ്പർ LB ദേവസി, ഭരണസമിതി അംഗങ്ങളായ KK പരമേശ്വരൻ, അനൂജ് ഫ്രാൻസിസ്, VC ആന്റണി, CD ഫ്രാൻസിസ്, മിനി ഫ്രാൻസിസ്, പ്രീതി പിയൂസ്, ജെസി ജോസ്, TS സജീഷ്, സംഘം സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷാ വിജയികൾക്കായി അനുമോദന സഭ സംഘടിപ്പിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു അനുമോദനം. മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് CEO അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോളഞ്ചേരി അനുമോദന സഭ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി റിസൾട്ട് അനാലിസിസ് നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ്, രക്ഷാധികാരി NP മുരളി, സ്കൂൾ മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, രജത് നാരായണൻ, ഷാജു കളരിക്കൽ എന്നിവർ സംസാരിച്ചു. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ പുത്തരി നിവേദ്യം ചടങ്ങ് തിങ്കളാഴ്ച ആഘോഷിക്കും. പൂജിച്ച നെൽക്കതിരുകളും പുത്തരി പായസവും ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രം കർക്കിടക രാശിയിൽ തിങ്കളാഴ്ച രാവിലെ 5:40-നും 6:20-നും മധ്യേ ഇല്ലം നിറ പുത്തരി ചടങ്ങുകൾക്ക് തുടക്കമാകും. കൊയ്തെടുത്ത നെൽക്കതിരുകൾ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിലെത്തിക്കും. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രതിനിധി സമർപ്പിക്കുന്ന കതിർക്കറ്റകൾ തൃക്കോൽ മുത്തന്മാർ ശിരസിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യും. കുത്തുവിളക്കും ഇടവിട്ടുയരുന്ന ശംഖനാദവും പ്രദക്ഷിണത്തിന് അകമ്പടിയേകും. പ്രദക്ഷിണത്തിനു ശേഷം കതിർക്കറ്റകൾ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ സമർപ്പിക്കും. തുടർന്ന് തീർത്ഥം തളിച്ച ശുദ്ധി വരുത്തിയ കതിർക്കറ്റകൾ ക്ഷേത്രം തന്ത്രി ആൽ, മാവ്, അല്ലി, നെല്ലി തുടങ്ങിയ ഉത്തമ വൃക്ഷങ്ങൾക്കൊപ്പം വെച്ച് നാടിന്റെ ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കുമായി ലക്ഷ്മി പൂജ നടത്തും. പൂജകൾക്കു ശേഷം നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലുകളിൽ സമർപ്പിക്കും. ഉച്ചപൂജയ്ക്ക് ഉപ്പുമാങ്ങ, പത്തിലക്കറി എന്നിവയോടുകൂടി പുത്തരി പായസം നിവേദിക്കും. ഇതിനുശേഷം ശ്രീഭൂതബലിയും നടക്കും. പൂജിച്ച നെൽക്കതിരുകളും പുത്തരി പായസവും ഭക്തർക്ക് വിതരണം ചെയ്യും. പൂജിച്ച കതിരുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വെക്കുന്നത് ഐശ്വര്യം കൈവരുത്തുമെന്നാണ് വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പുത്തരി ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. മതിലകത്ത് വയോധികനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം പുതിയകാവ് സ്വദേശി പള്ളത്ത് വീട്ടിൽ 75 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30-യോടെയാണ് സംഭവം. വീടിന് സമീപത്തെ തോട്ടിൽ വീണുകിടക്കുന്ന നിലയിൽ വീട്ടുകാരാണ് ശശിധരനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് സ്വദേശി കളരിക്കൽ വീട്ടിൽ ഗോപി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ കാർത്തിയായനി, സിന്ധു, സിനി, മണി, മോഹൻ എന്നിവർ മക്കളും അശോകൻ, സുഭാഷ്, ഹരിദാസ്, രാഗി എന്നിവർ മരുമക്കളുമാണ്. അവണിശ്ശേരി 7 കമ്പനി സ്വദേശി മലയാട്ടിൽ വീട്ടിൽ കൊച്ചുകുട്ടൻ മകൻ പ്രഭാകരൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ നടന്നു. ശാന്ത പ്രഭാകരനാണ് ഭാര്യ. ഷീജ, ഷാജി എന്നിവർ മക്കളും പരേതനായ രാജേന്ദ്രൻ, പ്രജിത എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,220 രൂപ. പവന് 1,05,760 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളെയും ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഉൾപ്പെടെ പരിഹാര നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ പരിശോധന. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ 7 കമ്പനി പ്രദേശത്തായിരുന്നു പരിശോധന. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പൊതുജന സുരക്ഷയ്ക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.